അങ്ങനെ യാത്രയിൽ തന്നെ കേട്ടോ തഞ്ചാവൂര് വെണ്ണാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ മാലിക്കിനടുത്ത് അവിടെ നിർത്തിയിട്ടുണ്ട്. ഇതിനടുത്തായിട്ടൊരു മാങ്ങ കച്ചവടം ഉണ്ട് കേട്ടോ. വെറൈറ്റി ഒരുപാട് മാങ്ങകളുണ്ട്. അങ്ങനെ ഈ ഒരു സൈഡിലേക്ക് പോകുമ്പോൾ മീൻ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. വിശദമായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഇതേ മോരും തൈരാണ് കേട്ടോ. ഇതേ വരാലാണ് കേട്ടോ. വരാല്, വലിയ വരാല്. ഇത് ഇങ്ങനെ കേട്ടോ ഇവിടെ ക്ലീൻ ആക്കുക, ചളി ഇട്ടിട്ട് ഓവളെ പേസ് ഇറക്ക്. അപ്പോൾ ഈ പയ്യന് തൊട്ടോ അടിപൊളിയായിട്ട് വെട്ടണേ. അവൻ്റെ ആ ഒരു ഇത് നോക്കി, സ്കില്ല്, മീൻ വെട്ടണേലുള്ള സ്കില്ല് നോക്കിട്ടോ. എക്സ്പീരിയൻസ് ആണ്. ഇത് എന്നൊക്കെ ഇറുക്കണ്ണാങ്ക ഇங்கே എന്നൊക്കെ ഇറുക്ക മീൻ എല്ലാ ദിനവും ഇറുപ്പാங்களா? சரி சரி. 3 மணிக்கு ஓப்பன் பண்ணுவேன். அப்புறம் எவ்வளோ டைம் வரை? 3 மணிக்கு இருக்கும். முடியற வரைக்கும் இல்லைங்களா? முடியற വരക്കും. അവിടെ കച്ചവടം പിടിക്കട്ടാ. ഇവര് മീന് കച്ചവടം പിടിക്കാണ് കേട്ടോ. അപ്പോൾ ഇത് വെട്ടി കൊടുക്കുന്ന സ്ഥലമാണ് കേട്ടോ. എല്ലാവരും വെട്ടി കൊടുക്കുകയാണ്. കട്ട് പண்ற ഇടമാ ആണാ? വെട്ടറ ഇടം. ആ സ്ഥലത്തു നിന്നൊക്കെ മീൻ മേടിക്കുക, ഇവിടെ വെട്ടിത്തരും കേട്ടോ ഇവര്. ഇവരൊക്കെ സ്കില്ല് നോക്കി ഇങ്ങനെ. കറക്റ്റ് ചെറിയ ചെറിയ കഷ്ണാക്കി വിട്ടിട്ടുണ്ട് കേട്ടോ. ഇതതിൻ്റെ മറ്റേ മുട. ആ കത്തി നോക്കിയിട്ട് ഒരു പ്രത്യേക തരം കത്തി, വളഞ്ഞിട്ട്. ഈ ഏട്ടന് ഇത്രയും മീന് മുറിച്ചിട്ടോ, അത്രയും കഷ്ണങ്ങൾ വേസ്റ്റൊക്കെ ആക്കിയിട്ടുണ്ട്. സ്കില്ലാണ് കേട്ടോ ആൾക്ക്. അത്രയും നൈസായി കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ആ കത്തി നോക്കിട്ടാ വളഞ്ഞ് കട്ട്. കിടക്കണ മീൻ. പെട്ടക്കനുണ്ട് കേട്ടോ. പെടക്കണ മീന്, പെടക്കണ വരാല്. வெட்ட வராம வேற எங்கும் போனா அந்த அரிசி முடிய தூக்கி தரணும். 10 நாளைக்கு சோறாக்கிட்டீங்களா? அரிசி முடிய தூக்கி தலையை வச்சுட்டு போயிருவேன் தெருவுக்கு. முடிஞ்சிருச்சு இல்லை, மீனும் ஃபுல்லாக முடிஞ்சிருச்சு. நீங்கள் வெட்டி கொடுக்குற அங்கே மார்க்கெட்டு. இந்த மாதிரி ஒரு மீன் கட் பண்ண எவ்வளோ கேஷு? 60 ரூபா. மீன் மாதிரி ஒவ்வொரு மீன் மாதிரியா காசு? അപ്പോൾ അപ്പോൾ ഓരോ മീനാണ് കേട്ടോ വില. 100 രൂപ. സൂപ്പർ മീൻ, അടിപൊളി. இந்த ஊர் பேரு தஞ்சூர். இங்கிருந்து தஞ்சாவூர் எவ்வளோ கிலோமீட்டருக்கு? 8 கிலோமீட்டர். இது மீனல்ல எங்கிருந்து வர? இங்கே ஆத்தில் பிடிக்கிறதா? വലയിൽ പോട്ട് പിടിക്കരുത്, പെരുസ മീന്. അടിപൊളി. അപ്പോൾ ഈ കാണുന്ന പുഴ ഉണ്ടല്ലോ ഇവിടെ, ആ കാണുന്ന പുഴയിൽ നിന്ന് പിടിക്കണ മീനാണ് കേട്ടോ. എണ്ണക്കും ഇരിപ്പീങ്ങളാ? എണ്ണക്കും. ഇവിടെ കേട്ടോ അലാക്കിൻ്റെ ഒരു കൂട്ടം. എന്താന്നുള്ളത് നമുക്ക് നോക്കാം.
പെടക്കണ മീനിൻ്റെ കച്ചവടം കേട്ടോ, പെടക്കണ മീന്. நம்ம ஜிலேபி பொண்ணேனா நீ ஏன்னா பெருசா பொண்ணேனா ஏன்னா பெருசா இந்த ஆத்துல இருந்து பிடிக்கிற மீனா? ஊரு பேரு வெண்ணால. மீன் ரெண்டு பொண்ணேனா பொண்ணே ரொம்ப நன்றி மீனா. പെടക്കണ മീനിന്റെ കച്ചവടം കേട്ടോ, പെടക്കണ മീനിന്റെ കച്ചവടം. ഇതുപോലെ ഉരച്ചിട്ട് ഇടവല് തോല് കളയണേ. ചെറിയ മീനുകളൊക്കെ അടിപൊളിയായിട്ട് ഒരുക്കും. അപ്പൊ നമ്മൾ കാണുന്നത് ഒരു ചൂട് കച്ചവടം കേട്ടോ, എല്ലായിടത്തും ഉണ്ട്. ഈ ഒരു ഏരിയയില് മീൻ വരും, വിൽക്കണ ഒരു ഏരിയ. ഈ കാണുന്ന ഷെഡുകളൊക്കെ അത് നേരാക്കി കൊടുക്കുന്ന ഏരിയ കേട്ടോ. ഓരോ ആൾക്കാരും മേടിച്ച് കൊണ്ടുവരും, അവിടെ വെച്ചെടുക്കും. കിലോ റേറ്റും പീസ് റേറ്റും ഒക്കെ ആയിട്ടുള്ള വിൽപ്പന ഉണ്ടോ, എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ എൻ്റെ ഈ ബാക്കിൽ കാണുന്ന പുഴ ഉണ്ടല്ലോ, ഈ പുഴയിൽ നിന്ന് പിടിക്കുന്ന മീനാണ് കേട്ടോ ലൈവായിട്ട് അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അപ്പോളേ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് തരം മാങ്ങ കാണുന്നുണ്ട് കേട്ടോ. എന്താ മാങ്ങ എவ்வளோ റേറ്റ് ആക്കാം? എന്താ മാങ്ങ 50 രൂപ. 1 കിലോ കൊടുങ്ങാക്കാം. 1 കിലോ എത്ര? എவ்வளோ சொன்ன? 80. ஆ ஒன்று போட்டு பாருங்க. ஆ അതേ പോട്ട് പാരുங்க. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ളൊരു മാങ്ങ കേട്ടോ, വലിപ്പമുണ്ട് കേട്ടോ. അതാ എൻ്റെ കൈകളിൽ വെക്കുമ്പോൾ കറക്റ്റായിട്ട് അറിയാം, അത്രയും വലിപ്പമുണ്ട്. അപ്പോൾ ഈ മാങ്ങ നമ്മുടെ നാട്ടിലങ്ങനെ കണ്ടിട്ടില്ല, അപ്പോൾ കണ്ടപ്പോൾ മേടിക്കാം കേട്ടോ. അപ്പോൾ അവർ കൂടുതൽ തന്നിട്ടുണ്ട് കേട്ടോ, 100 റുപ്യയിലേറെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ആ പറ. ആ இந்த ஊர் பேர் என்னக்கா? ஊர் பேர்? ஆ பல்லியாடு. இந்த மாங்க பேர் தெரியாது. ആ ശരി അക്ക. അങ്ങനെ നമ്മളെ ആ മാങ്ങ ഒന്ന് മുറിച്ച് ടേസ്റ്റ് ഒക്കെ ഉണ്ട്, എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കാം. ഇതട്ടോ ഒരു കയ്യിൽ പിടിക്കണ വലുപ്പമുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഇത്രയും വലുപ്പമുണ്ട് മാങ്ങ. ഒന്ന് കട്ടാക്കിയ ഇനിയിപ്പോൾ ആ കട്ട് ചെയ്ത് തന്നെ കട്ടാക്കിയോ. നല്ല അടിപൊളി മാങ്ങ കേട്ടോ, നല്ല കാമ്പുണ്ട്. പക്ഷെ പേരെന്താന്നുള്ള അറിയില്ല. പുളിയുണ്ട് കേട്ടോ, മധുരമായിട്ടില്ല, പഴുത്തിട്ടില്ല, ചനച്ചിക്കണം അല്ലേ. ഇനി ബാക്കിയുള്ള കട്ട് ചെയ്യണ്ട കേട്ടോ. നല്ല കാമ്പുണ്ട്, പഴുത്തിട്ടില്ല. അങ്ങനെ നമ്മൾ യാത്രയിൽ തന്നെ കേട്ടോ. അപ്പോൾ വേറെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഉത്സവം കണ്ടു കേട്ടോ. അപ്പോൾ നിർത്തിയതാണ്, ഫുള്ളായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ തികച്ചും വ്യത്യസ്തമായ കാഴ്ചകളിലൂടെ കേട്ടോ കടന്നു വരുന്നത്.
പേര് വീര എന്താ കോയിൽ പേര് മാരിയൻ. അങ്ങനെ നമ്മൾ എത്തിയിട്ടുള്ളത് മാരിയമ്മൻ കോയിൽ എന്ന് പറയുന്ന തഞ്ചാവൂരിനടുത്തുള്ള വലിയൊരു കോയിലിന് വലിയൊരു ക്ഷേത്രത്തിൽ തന്നെ ഉണ്ട്. അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. അങ്ങനെ ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലമാണ് കേട്ടത്. മനോഹരമായിട്ടുണ്ട്, ഒരു പാടത്തിട്ടോ, അടിപൊളി.